നമസ്കാരം, കനേഡിയൻ അവാർഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോ ടാക്സ് ഫയൽ ചെയ്യുന്ന സീസൺ ആകും. അപ്പം നിങ്ങളൊരു ടാക്സ് കൺസൾട്ടന്റ് അന്വേഷിച്ച് നടക്കുവാണെങ്കിൽ ദയവായി ഈ വീഡിയോ വാച്ച് ചെയ്യുക. അതല്ല, നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് കാനഡയിലുള്ളവർ ടാക്സ് ഫയൽ ചെയ്യാൻ ഒരു കൺസൾട്ടന്റിനെ തപ്പി നടക്കുവാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യും. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം, ഞാനിപ്പോൾ കാനഡയിൽ വന്നിട്ട് ഏകദേശം 6 വർഷത്തോളമായി. അപ്പം എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പം 6 വർഷവും ടാക്സ് ഫയൽ ചെയ്തപ്പോൾ എനിക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. സോ ഫൈനലി ലാസ്റ്റ് ഇയർ ഞാൻ ടാക്സ് ഫയൽ ചെയ്തപ്പോഴാണ് ഐ വാസ് കംപ്ലീറ്റ്ലി ഹാപ്പി. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വന്ന് ആദ്യം എനിക്ക് ഇവിടെ ഒരു കോണ്ടാക്ട്സും ഇല്ലായിരുന്നു കാനഡയിൽ വന്ന സമയത്ത്. അപ്പൊ ഞാൻ പല ആൾക്കാരെയും തപ്പിയിട്ട് പല റെഫറൻസ് വെച്ചിട്ടാണ് ഞാൻ ടാക്സ് ഫയൽ ചെയ്തത്. സോ ഇനീഷ്യൽ ഇയേഴ്സിൽ എനിക്ക് ഇച്ചിരി ചലഞ്ചിങ് ആയിരുന്നു. എനിക്ക് കാനഡയിലെ ടാക്സ് റൂൾസിനെ പറ്റി ഒന്നും അറിയത്തില്ല. ഞാൻ ഇൻകോർപ്പറേഷൻ ആയിരുന്നു. സോ അതിന്റെ ചലഞ്ചസ് വേറെ. പിന്നെ പൊതുവെ ഈ ടാക്സ് സീസൺ സമയത്ത് നമുക്ക് ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ പൊതുവെ കൺസൾട്ടൻസ് ബിസിയാണ്. സോ അതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമുക്കായിട്ടുള്ള ടൈം അവർക്ക് തരാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. സോ എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഇൻകൺവീനിയൻസ് ആയിരുന്നു ഇനീഷ്യൽ ഇയേഴ്സിൽ. സോ അതുകൊണ്ട് ഓരോ വർഷവും നമ്മൾ ഓരോ ആൾക്കാരെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. സോ അതുകൊണ്ട് കഴിഞ്ഞ വട്ടം ഞാൻ ഒത്തിരി റിസർച്ച് ചെയ്തു നല്ലൊരു ടാക്സ് കൺസൾട്ടന്റിനെ കിട്ടാനായിട്ട്. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം ടാക്സ് അറ്റ് ജോയ് എന്ന് പറഞ്ഞിട്ടൊരു കൺസൾട്ടന്റിനെ ഞാൻ പരിചയപ്പെട്ടു. പുള്ളിക്കാരൻ ആൽബർട്ടയിലുള്ളതാണ്. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഇങ്ങനെ റീച്ച് ഔട്ട് ചെയ്തു. ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ്, ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ പുള്ളിയെ റീച്ച് ഔട്ട് ചെയ്തത്. ഹി വാസ് വെരി ഹെൽപ്ഫുൾ. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ പുള്ളിയെ റീച്ച് ഔട്ട് ചെയ്തപ്പോൾ പുള്ളിക്ക് എനിക്കുള്ള എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് പുള്ളി ടൈം എടുത്ത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. സിസ്റ്റം പറഞ്ഞ റെക്കമെൻഡേഷൻ വെച്ചിട്ട് ഞാൻ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്തു. അതനുസരിച്ച് എനിക്ക് കഴിഞ്ഞ വർഷം വളരെ നല്ലൊരു ടാക്സ് റിബേറ്റ് ആണ് കിട്ടിയത്. ടാക്സ് അറ്റ് ജോയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു ആപ്പും വെബ്സൈറ്റും ഉണ്ട്. സോ നമുക്ക് ഫയൽസ് ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് അവരുടെ ഒരു ആപ്പും വെബ്സൈറ്റും വഴി നമുക്ക് ഫയൽസ് ഷെയർ ചെയ്യാം. അത് വളരെ സെക്യൂർ ആയിട്ട് എനിക്ക് തോന്നി. ബിക്കോസ് പ്രീവിയസ് ടാക്സ് ഫയൽ ചെയ്തപ്പോഴൊക്കെ ഞാൻ ജിമെയിലും വാട്സപ്പ് വഴിയൊക്കെയാണ് ഫയൽ ഷെയർ ചെയ്തത്. സോ അതിന്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടാക്സ് ഫയൽ ചെയ്ത വർഷം കഴിഞ്ഞതിന് ശേഷം ഇൻ കേസ് ഒരു ഓഡിറ്റോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ ഫയൽസ് തപ്പി നിങ്ങൾ പോകേണ്ടി വരും. ഇത് നമുക്ക് വളരെ കൺവീനിയന്റ് ആയിട്ട് അവരുടെ ഫോൾഡേഴ്സിൽ പോയിട്ട് പഴയ ഫയൽസ് നമുക്ക് വെരിഫൈ ചെയ്യാം, നമ്മൾ എല്ലാ ഫയൽസും അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഞാൻ ടാക്സ് അറ്റ് ജോയിലാണ് എന്റെ ടാക്സ് ഫയൽ ചെയ്തത്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. സോ നിങ്ങൾക്കും ഇപ്പൊ ഒരു ടാക്സ് കൺസൾട്ടന്റിനെ അന്വേഷിച്ച് നടക്കുവാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ടാക്സ് അറ്റ് ജോയിൽ റീച്ച് ഔട്ട് ചെയ്യുക. അവരുടെ സർവീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പം ഞാൻ ഈ തന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.